നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും ഏട്ടൻ സമയത്തിന് ബില്ലടയ്ക്കാത്തോണ്ടല്ലേ ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന് ഫ്യൂസ് ഊരിയത്. എടി അത് പിന്നെ കല്യാണത്തിന് തിരക്കായതുകൊണ്ട് ഞാൻ മറന്നുപോയതാ. ഇപ്പൊ ഞാൻ ഓൺലൈൻ പേയ്മെന്റ് കൊടുത്തല്ലോ. ഫ്യൂസ് ഊരി കഴിഞ്ഞിട്ട് അതുകൊണ്ട് എന്താ കാര്യം ഏട്ടാ? ഈ നാളെ രാവിലെ ആവാതെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. എന്തൊരു കഷ്ടമായത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുമിയല്ലേ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും എല്ലാം കൃത്യമായി അടച്ചോണ്ടിരുന്നത്. അവള് പോയി എല്ലാം അവതാളത്തിലായി. അതിന് നീ അവളെ കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? ഇന്നിരെ ഈ ബില്ലടയ്ക്കണ കാര്യം അവൾക്ക് നമ്മളൊന്ന് വിളിച്ച് പറയെങ്കിലും ചെയ്യായിരുന്നല്ലോ. നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്ന അവൾ എങ്ങനെയാ ഇവിടുത്തെ കറണ്ട് ബില്ലിന്റെ കാര്യം ഓർക്കുന്നത്? കറണ്ട് പോയതിനെ പറ്റി നിങ്ങൾ ഇവിടെ ഇരുന്ന് ഡിബേറ്റ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? വാട്ട് ഇസ് നെക്സ്റ്റ്? അത് ചിന്തിക്ക്. മനുഷ്യൻ ഇവിടെ ചൂടെടുത്ത് ചാവാറായി. കുറച്ചും കൂടി ശക്തിയായി വീശണം മോളെ. ഉള്ള വെളിച്ചം കൂടെ കളഞ്ഞപ്പോ അമ്മയ്ക്ക് സമാധാനായല്ലോ. അത് പിന്നെ സാന്യ മോളിരുന്ന് വേറെ നീ കാണുന്നില്ലേ? അവൾക്കൊന്ന് വീശി കൊടുത്തത് ഇപ്പൊ ഇത്ര വലിയ തെറ്റായോ? ഇതെന്താ നിങ്ങൾ എല്ലാരും ഇങ്ങനെ അനങ്ങാതിരിക്കുന്നേ? ആരും കറണ്ട് വരാൻ ഒരു മാർഗം നോക്കുന്നില്ലല്ലോ. മോളെ, ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചിരുന്നു. ഓൺലൈനായിട്ട് ബില്ലടച്ച കാര്യവും പറഞ്ഞു. പക്ഷെ രാത്രി ആയതുകൊണ്ട് അവിടെ ഡ്യൂട്ടിക്ക് ആളില്ലെന്നാ പറഞ്ഞത്. മിക്കവാറും ഇനി രാവിലെ കണക്ഷൻ തരൂ. അപ്പോ അമ്മ രാവിലെ വരെ ഇതിങ്ങനെ വീശിക്കൊണ്ടിരിക്കേണ്ടി വരും അല്ലേ? നന്ദു, നിന്റെ അധ്യപ്രസംഗം ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എന്തൊരു കഷ്ടമായത്. എനിക്കിങ്ങനെ ഇരുട്ടത്തും ചൂടത്തും വേറെ തൊലിച്ചിരിക്കാൻ പറ്റില്ല. ഞാനൊരു ഉഗ്രനായിട്ട് പറയാം. നമുക്കൊരു വലിയ ജനറേറ്റർ വാടകയ്ക്ക് എടുത്താലോ? അന്ന് സുമിതേച്ചിയുടെ കല്യാണത്തിനെടുത്ത പോലെ. ശ്രീ, മിക്കവാറും ഞാനിപ്പോ BP ലോയെ തല ഇറങ്ങി വീഴും. അയ്യോ മോളെ, തല കറങ്ങണുണ്ടോ? വേഗം പോയി ഒരു ഉപ്പിട്ട് നാരങ്ങൾ എടുത്തോണ്ട് വാ. ഇത്തിരി ഐസും കൂടി ചേർത്തോ. സനുമോളുടെ തൊണ്ടൊന്ന് തണക്കട്ടെ. അയ്യോ, അതെ, നമ്മൾ എല്ലാവരും ഇവിടെ ചൂട് സഹിച്ചു തന്നെയാണല്ലോ ഇരിക്കുന്നേ. ഇതിന്റെ അടക്കം ഒരു തണുത്ത വെള്ളം. ഒരു ജോലിയും ചെയ്യിക്കാതെ ഇവളിങ്ങനെ വഷളാക്കിയത് സുമി ഒറ്റ ഒരുത്തിയാ. മോള് വിഷമിക്കണ്ടാട്ടോ. ഉപ്പിട്ട് നാരങ്ങ വെള്ളം ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. എനിക്ക് ഉപ്പും സോഡയും നാരങ്ങ വെള്ളം ഒന്നും വേണ്ട. ശ്രീ, വരുന്നുണ്ടോ? നമുക്കൊരു ഡ്രൈവ് പോവാം. കാറിന്റെ AC-ലിരുന്നെങ്കിലും ഇത്തിരി തണുക്കാലോ. സനു, അതിന് നമ്മുടെ കാറിലെ AC കംപ്ലൈന്റ്. AC ഇല്ലെങ്കിൽ വേണ്ട, ഗ്ലാസ് തുറന്നിട്ട് പോവാലോ. ഈ കുടിസ് ഫ്ലാറ്റിനകത്ത് അടച്ചിരിക്കുന്നതിനേക്കാളും കാറ്റെങ്കിലും കിട്ടുമല്ലോ. സുമി ഉണ്ടായിരുന്നെങ്കിൽ ഈ വീടിങ്ങനെ ഒരിക്കലും അശാന്തമാവില്ലായിരുന്നു. അവള് പോയതോടെ പടിയിറങ്ങിയത് ഈ വീടിന്റെ ഐശ്വര്യമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യത്തിൽ ഇന്ന് നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച പാടില്ലായിരുന്നു. ആട്ടെ, നീ എന്തിനാ എന്നെ വിളിച്ചേ? എന്റെ ഇനിയുള്ള പ്രശ്നത്തിന് കൂടി നീ ഒരു പരിഹാരം കണ്ടുപിടിക്കണം. എന്റെ പ്രശ്നമല്ല, നിന്റെ പ്രശ്നം എന്ന് തന്നെ പറയാം. നീ പറഞ്ഞതുപോലെ ഞാൻ സുസ്മിതയായിട്ട് അവിടെ വന്നിറങ്ങി. സാമാന്യം മോശമല്ലാത്തൊരു അഭിനയം കാഴ്ചവെച്ചു എന്നാ എന്റെ വിശ്വാസം. പക്ഷേ അവനും ഞാനുമായി പ്രണയത്തിലായിരുന്നു എന്നുള്ളതിന് തെളിവൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെടുത്തു കൊടുക്കാനാ? അങ്ങ് മുങ്ങിയാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. കാരണം നിന്റെ സത്യാമ്മയുടെ തല്ലുകൊണ്ട് ചാകുന്നതിലും നല്ലതല്ലേ? ചതിച്ചു കളയല്ലേ. നീ ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം കാണിക്കുന്ന പേടിച്ചാ ഞാൻ നിന്നിപ്പോ കാണാൻ വന്നെ. എങ്കിൽ എന്ത് തെളിവ് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് കൂടി നീ ഒന്ന് പറഞ്ഞതാ. ഐഡിയക്കാണോടി ഈ തലയിൽ പഞ്ഞം? എങ്ങനെയുണ്ട്? ഇത് ധാരാളം മതി. നിന്റെ തല ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
അല്ല, രോഹിത് തേടി നടന്ന സുസ്മിത ഞാനാണെന്ന് തെളിഞ്ഞാൽ നാളെ നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ അവനും ഞാനുമായുള്ള വിവാഹം നടത്തുമെന്നല്ലേ സത്യാമ്മ പറഞ്ഞത്? ആ അതെ. ഞാനിപ്പോ ഒരു മാരേജിന് പ്രിപ്പയർഡ് അല്ലടി. അങ്ങനെ ഇരിക്കുമ്പോ ശ്ശേ, ഇതെന്തൊരു കഴുതയാ. എടി, നീ എന്നു മുതലാ താലി മഹാത്മ്യത്തിൽ വിശ്വസിക്കുന്ന ഭാവശുദ്ധിയുള്ള ഭാരത സ്ത്രീ ആയത്? എടി, താലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അണിയുന്നൊരു ആഭരണം മാത്രാ. ദേ, ഈ വളയും മാലയൊക്കെ പോലെ. അതിപ്പോ ആണ് കിട്ടിയാലും പെണ്ണ് കിട്ടിയാലും അതിനപ്പുറത്തേക്കുള്ള മാഹാത്മ്യമൊക്കെ അതിന് കൽപ്പിച്ച് നൽകുന്നതേ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഓരോ കാരണവന്മാരാ. നിന്നെ ഈ നാട്ടിൽ ആരറിയാനാ? എടി, അവൻ കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് നീ നിന്റെ പാട്ടിന് പോണം. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ലൈഫ്. അവൻ നിന്നെ എവിടുന്ന് കണ്ടുപിടിക്കാനാ? അത് തന്നെയാണടി അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഒരു കാലത്ത് ഞാൻ പ്രേമിച്ചു എന്ന് പറഞ്ഞ് അവനെന്റെ പിന്നാലെ നടന്ന് കുറെ കഷ്ടപ്പെടുത്തിയതല്ലേ. ഇത്രയും കാലം പ്രേമിച്ച സുസ്മിതയെ അന്വേഷിച്ച് അവനൊരു താലിയുമായിട്ട് നടന്നു. ഇനിയുള്ള കാലം കെട്ടിയ സുസ്മിതയെ അന്വേഷിച്ച് അവൾ പൊട്ടിച്ചു കളഞ്ഞ താലിയുമായിട്ട് അവൻ നടക്കട്ടെടി. സമയമായല്ലോ സുസ്മിതേ. നടക്കാത്ത കല്യാണത്തിന്റെ പേരിൽ എന്തിനടി ടെൻഷൻ? ഒന്നിൽ പഴച്ചാൽ മൂന്നെന്നാ. എന്റെ കാര്യത്തിൽ അത് ശരിയായി. ഇത് 3ാമത്തെ തവണയാ കല്യാണത്തിനെന്ന് പറഞ്ഞ് ഞാൻ വേഷം കെട്ടി ഇറങ്ങുന്നത്. ആദ്യത്തെ 2 തവണയും നീ ആഗ്രഹിച്ചതാ വിവാഹം. ഇപ്പോ നീയായിട്ട് തന്നെ അത് മുടക്കുന്നു. നിന്റെ ടാർജറ്റ് എന്താന്ന് പറയ്. ടാർജറ്റ് എപ്പോഴും ഒന്നേ ഉള്ളടി, വിഷ്ണുവേട്ടൻ. എന്റെ കഴുത്തിലൊരു താലി കെട്ടുന്നെങ്കിൽ അത് വിഷ്ണുവേട്ടൻ കെട്ടുന്നതായിരിക്കും. എടി, അതിന് ശാലിനി നിൽക്കല്ലേ? ശാലിനി നിൽക്കില്ലടി. ഈ സുസ്മിതയൊന്ന് തൃക്കണ്ണ് തുറന്നാ മതി, ഒരു ഈയാമ്പാറ്റെ പോലെ എരിഞ്ഞു വീഴും അവള്. നിനക്കറിയോ, വിഷ്ണുവേട്ടന്റെ ശാലിനിയുടെയും ശാന്തി മുഹൂർത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്റെ വിവാഹം കഴിഞ്ഞേ അതുണ്ടാവുന്നുള്ളത് ശാലിനിയുടെ ദൃഢപ്രതിജ്ഞയാ. അവള് തന്നെ അവക്ക് വേണ്ടി ഉണ്ടാക്കിയ കെണി. അതിലാ അവള് പെട്ടുകിടക്കുന്നത്. എന്റെ കല്യാണം നടന്നിട്ട് വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ, ഇനി വരനിരുന്നോളൂ. ഇനി വധു ചെല്ലുമോളെ. എവിടെ പോയി തൊലഞ്ഞു ആ സന്ധ്യ? കാണുന്നില്ലല്ലോ. ആ, ഇനി ഈ താലി കെട്ടിക്കോളൂ. അവിടെ ഇരിക്കും സുസ്മിത. ചടങ്ങിനിടയിൽ എഴുന്നേക്കാൻ പാടില്ല. അല്ല, എനിക്ക് കുറച്ച്. നിനക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും സാരമില്ല. ഇതിപ്പോ 2 മിനിറ്റ് കൊണ്ട് കഴിയും. എന്താ മോളെ? തല ഇറങ്ങുന്നല്ലോ തോന്നുന്നമ്മേ. സരളാന്റി പേടിക്കണ്ട. നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുകയല്ലേ സുസ്മിത വീണ താങ്ങാനായിട്ട്. സുസ്മിതേ, വെള്ളം മറ്റോ വേണോ മോളെ? ആദ്യം ചടങ്ങ് കഴിയട്ടെ സത്യമ്മ. അത് മതി. ആ, കെട്ടിക്കോളൂ.
കെട്ടല്ലേടാ ദ്രോഹി. ഓ, ആ ദ്രോഹി കെട്ടി. അയ്യോ, സത്യമേ, ഭാഗ്യം കെട്ടിയില്ല. ഞാനും രോഹിതുമായിട്ടുള്ള ബന്ധത്തിന് നിങ്ങൾക്ക് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത്? ദാ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ണു നിറച്ച് കാണ്. എന്താ നിനക്ക് കാണിക്കാനുള്ളത്? ദാ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാറേ, നീയും പാർവതിയെ കാണാൻ വന്നതാണോ? ICUവിൽ ആർക്കും പ്രവേശനമില്ല. പക്ഷേ മനുഷ്യന്റെ നിയമം നിനക്ക് ബാധകമല്ലല്ലോ. വേണ്ട, ഇങ്ങനെ എനിക്ക് പാറുവിനെ കാണണ്ട. കളിയും ചിരിയും കുറുമ്പുള്ള പഴയ പാറുവാ എന്റെ മനസ്സിൽ ഇപ്പോഴും. മണി, ഇങ്ങനെ കിടക്കുന്ന പാറുവിനെ കാണുമ്പോ വിശാൽ സാറിന് സങ്കടം തോന്നുന്നില്ലേ? എന്റെ മനസ്സ് കല്ലൊന്നുമല്ല മണി. മറ്റുള്ളവരുടെ സങ്കടവും ദുരിതവും മരണമൊക്കെ കാണുമ്പോ വേദനിക്കുന്ന മനസ്സ് തന്നെ എന്റെ. പാറു രക്ഷപ്പെടണമെന്നല്ലേ വിശാൽ സാറിന്റെ മനസ്സിലെ ആഗ്രഹം? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഡോക്ടർമാര് ശ്രമിക്കുന്നുണ്ട് മണി. അതിന്റെ കൂടെ ഉദയന്നൂരമ്മയും കൂടി വിചാരിച്ചാൽ പാറു രക്ഷപ്പെടും. എന്നാ മണി പ്രാർത്ഥിച്ചോളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പാറുവിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാ. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. വിശാൽ സാറും കൂടി പ്രാർത്ഥിക്കണ്ടേ? ഞാൻ പറഞ്ഞത് വിശാൽ സാറിന് ഇഷ്ടായില്ലല്ലേ? പ്രാർത്ഥിച്ചാൽ രോഗി രക്ഷപ്പെടുമെങ്കിൽ ഈ ലോകത്ത് ഒറ്റയാളും രോഗം വന്ന് മരിക്കില്ല മണി. കേട്ടില്ലേ? ദൈവവിശ്വാസം ഇല്ലാത്ത ആളോട് പൂജ ചെയ്യാൻ പറഞ്ഞ കേക്കണ്ടേ? പാർവതിയുടെ ജീവൻ രക്ഷിക്കണ്ടേ മണി? വിശാൽ മോനെ കൊണ്ട് മണി എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ. വിശാൽ സാറേ, പാറുവിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഡോക്ടർമാർക്ക് പോലും ഉറപ്പില്ലല്ലോ. പാറു രക്ഷപ്പെടണമെന്ന് വിശാൽ സാറിനും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി വിശാൽ സാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോ ഫലം കിട്ടിയാലോ? ഒന്ന് ഓർത്തു നോക്ക് സാർ, നമ്മുടെ പാറു പാവമല്ലേ? അവൾക്കെന്തെങ്കിലും പറ്റിയാ സാറിന് അതിന്റെ കുറ്റബോധം മാറുവോ? പാർവതി വലിയ ദൈവവിശ്വാസിയല്ലേ? മരിക്കാൻ പോകുന്ന പാർവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും പ്രാർത്ഥനയും പൂജയും നടത്താൻ പറയും. അതിന് ദൈവവിശ്വാസം വേണമെന്നില്ലെന്ന് പറയും. ശരി വിശാൽ സാറേ, പാറു ഇപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പാറു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ പാറുവിന് വേണ്ടി വിശാൽ സാർ പോയാലേ അതവളുടെ മനസ്സിന് വലിയ സമാധാനവും ധൈര്യവും ഒക്കെ നൽകും. നീ എന്താ മണി പറഞ്ഞു വരുന്നത്? പാറുവിന് വേണ്ടി വിശാൽ സാർ പനയനാർ കാവില് പോണം, പ്രാർത്ഥിക്കണം, അവിടെ ചില പൂജകളൊക്കെ ചെയ്യണം. നമ്മുടെ പാറുവിന്റെ ജീവന് വേണ്ടിയല്ലേ. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനിയെല്ലാം സാറിന്റെ കയ്യിലാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ചെറിയമ്മ. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും കരഞ്ഞോണ്ട് നിൽക്കല്ലാതെ തിരിച്ചൊരക്ഷരം പറയില്ല. കരയാനും പ്രാർത്ഥിക്കാനും അല്ലാതെ മറ്റൊന്നും അറിയില്ല ആ പാവത്തിന്. എന്നിട്ടും നമ്മൾ അവളെ കൊലക്ക് കൊടുത്തില്ലേ? എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പാർവതി പൊന്നാണെന്ന് പറഞ്ഞു നടന്ന അച്ഛനും അവസാനം അവളെ കൈവിട്ടു. അനാഥയെ പോലെ ഒരു രാത്രി മുഴുവൻ മഴയത്ത് അവള് കഴിഞ്ഞു. മരുമോളല്ല മോളാണെന്ന് പറഞ്ഞ അച്ഛൻ പോലും അവളെ തിരിഞ്ഞു നോക്കിയില്ല. നിന്നോട് പറയാൻ എനിക്ക് മറുപടിയില്ല മോളെ. പക്ഷേ ഞാൻ അവളെ ഉപേക്ഷിക്കുകയായിരുന്നില്ല, രക്ഷിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഗോപിയെ കുറ്റപ്പെടുത്തരുത് മോളെ. പാർവതിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ ഇവൻ പുറപ്പെട്ടതാ. ഞാനാ തടഞ്ഞത്. അവള് പെരുവഴി കിടന്ന് തീർന്നോട്ടെ എന്ന് കരുതിയിട്ടല്ല, ദീർഘായുസോടെ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. എന്നിട്ട് ആ പാവത്തിന് ദീർഘായുസ് കിട്ടിയോ അമ്മ? അമ്മ, ഞാൻ അമ്മ കുറ്റപ്പെടുത്തിയതല്ല. കുറ്റപ്പെടുത്താൻ എനിക്ക് അവകാശമില്ലല്ലോ. കാരണം പാർവതി ഇറങ്ങിപ്പോയപ്പോ ഞാനും നോക്കി നിന്നിട്ടേ ഉള്ളൂ. രാധികയും അമ്മയും ഞാനും എല്ലാം കുറ്റക്കാരാ. അവൾ ആ കിടപ്പിൽ നിന്ന് കണ്ണു തുറന്നില്ലെങ്കിൽ കാരണക്കാർ നമ്മൾ തന്നെയാ. മകന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊണ്ടുവന്ന ഒരു പാവം പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുത്തു ഞാൻ. മഹാപാപമാ ഞാൻ ചെയ്തത്. ഡോക്ടർ, പാർവതി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ പൾസിൽ വേരിയേഷൻ ഉണ്ടായാൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ സോറി, ദിസ് ഈസ് അവർ ലാസ്റ്റ് ഹോപ്പ്. ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നിന്റെ സമയം എടുത്തു. തണുത്തുറഞ്ഞു വരുന്ന നിന്നെ കാണാൻ ഞാൻ പുറത്തുണ്ട് പാർവതി. അച്ഛാ, പാർവതി നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? മോളെ, ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായത്. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല മോളെ. പ്രാർത്ഥിക്കാനേ കഴിയൂ. മഹാപാപികളായ നമ്മൾ പ്രാർത്ഥിച്ച ദൈവം പോലും കേൾക്കില്ല. അവളെ ദ്രോഹിച്ചവര് എണ്ണി എണ്ണി കണക്ക് പറയാൻ പോകുന്നതേ ഉള്ളൂ. അമ്മേ, ഞാനിപ്പോ വരാം. വിശാലിനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഈ സമയത്ത് അവനിവിടെ വേണ്ടതല്ലേ അമ്മേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചാനലിലേക്ക് ഞങ്ങളെ വിളിച്ച പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉണ്ട്. ഞാൻ അയാളെ വിളിച്ചോന്ന് ചോദിക്കട്ടെ. അപ്പോ ഓക്കെ, പങ്കെടുത്തോളാൻ അവര് സമ്മതിച്ചു. ആഹാ,
അങ്ങനെയൊക്കെ പെട്ടെന്ന് ചാനലുകാർ സമ്മതിക്കും? അത് അഖിലിനോടുള്ള ബന്ധം കൊണ്ടല്ലേ അച്ഛാ പറഞ്ഞത്. അല്ല, എനിക്കൊരു സംശയമുണ്ട്. എന്താ ലളിതാംബിക അപ്പച്ചിയുടെ സംശയം? ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചി വീട്ടിലോട്ട് പോകും. പിന്നെ വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ വല്ലപ്പോഴും കയറി വരും. തൊട്ടതിനും പിടിച്ചതിനും സംശയമാണ്. നീ മോടാ അവിടുന്ന്. കുട്ടിക്കാലത്തെ ഇവനൊരു ഓന്തും കുഞ്ഞിനെ പോലെ ആയിരുന്നത് അത് നിനക്ക് അറിയോ അമൃതേ? അപ്പച്ചിയുടെ സംശയം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഒരു വീട്ടിൽ നിന്ന് 2 ഭാര്യാഭർത്താക്കന്മാർ മത്സരത്തിൽ പങ്കെടുക്കുമ്പോ വെറുതെ ഒരു തമ്മിലടി ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പച്ചി. ഇതൊക്കെ ഞങ്ങൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലേ എടുക്കൂ. അല്ല, ഒടുവില് കടിപിടി കൂടി വരാതിരുന്നാ മതി. കടിപിടി കൂടാൻ ഇവിടുന്ന് തെരുവുനായികളാണോ? ഉം. ഈ അപ്പച്ചിയുടെ ഓരോരോ എക്സാമ്പിളേ. അപ്പോ സി കേരളം ടിവിയുടെ ബെസ്റ്റ് കപ്പിൾസ് മത്സരത്തിൽ അരുൺ, ഐശ്വര്യ, അഖിൽ, ശ്യാമ കപ്പിൾസ്. എല്ലാരോടും പറയാലോ അല്ലേ? പറയാം. മോളെ ഐശ്വര്യ, നിനക്ക് എന്റെ എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു. ഇതിനെയാ ഞാൻ കടിപിടിയെന്നും തമ്മിലടിയെന്നും ഒക്കെ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ഇത് തുടങ്ങി. അതെന്താ? അഖിലും ശ്യാമയും നിന്റെ മകനും മരുമകളും അല്ലേ? അഖിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇവളെ നാണം കെടുത്താൻ കിട്ടിയ നല്ലൊരവസരമായത്. പൊതുസമൂഹത്തിന് മുന്നിൽ ഇവള് വീർത്ത് കുളിച്ച് തല കറങ്ങി വീഴുന്നത് എനിക്ക് കാണണം. ഐശ്വര്യ, വരുന്നമ്മ. അങ്ങനെ അമ്മയും അമ്മയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പോയി. അയ്യോ, ഞാൻ പുറകെ ചെന്നില്ലെങ്കിലേ അത് പിന്നെ പുലിവാലാവും. പോട്ടെ. നീ എന്തിനാ മോളെ വിഷമിക്കുന്നേ? വസുന്ധര അങ്ങനെ പറയൂ. അതൊന്നും കാര്യമാക്കണ്ട. മോൾക്ക് എന്റെ എല്ലാവിധ വിജയാശംസകളും. കൂടെ എന്റെ നിനക്കും. താങ്ക്സ് ഏട്ടാ. പിന്നെ മത്സരത്തിൽ ഞങ്ങൾ നിങ്ങളുടെ എതിരാളികളാണെങ്കിലും ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചു വരാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ ഏട്ടാ, കഷ്ടകാലത്തിനെങ്ങാനും എന്റെ ഭാര്യ ജയിച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നാ പിന്നെ അവളുടെ പൊങ്ങച്ചം കേട്ട് എന്റെ തല പൊട്ടിത്തെറിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, എന്റെ അഖിൽ സാർ. ശ്യാമേ, എന്താ മോളെ? അഖിൽ സാർ. വസു, വസു, അന്തേട്ടാ, അഖി റൂമിൽ ഒറ്റയ്ക്കാണെന്ന് അഖിയുടെ തോന്നുന്നു. കരച്ചിലാ കേൾക്കുന്നത്. അഖി സാർ. സാർ, സാർ. സാർ, തുറക്ക് സാർ. സാർ, വാതിൽ തുറക്ക്. ഒരു 2 മിനിറ്റ് അവൻ ഇങ്ങനെ ഇരുട്ടത്തൊന്ന് നിന്നാ മതി. പിന്നെ ഹൃദയം പൊട്ടി ചോറ് ഛർദിച്ചവൻ ചത്തോളും. അവക്കിട്ട് കൊടുക്കാനുള്ള പണി ഇനി ഇത് മാത്രം. ഒന്ന് ഓടി വരൂ. ഓടി വാ, അഖി. അവനെവിടെ? അഖി, അഖി. അരുണേ, ഏട്ടാ, എന്താ ഏട്ടാ? ഇതെന്ത് പറ്റിയതാടാ? ഇവിടെ ഇൻവെർട്ടർ വർക്കാവുന്നില്ല. നീ ആ KCB വിളിച്ചു നോക്കി. ശരി ഏട്ടാ. അഖിയല്ലേ? അഖി, മോനെ, അഖി, മോനെ. വാതിൽ തുറക്ക്. അഖി, വാതിൽ തുറക്ക്. അഖി, വാതിൽ തുറക്ക്. എത്ര വിളിച്ചിട്ട് സാർ വാതിൽ തുറക്കുന്നില്ല. സാർ, അഖി, മോനെ, വാതിൽ തുറക്ക് മോനെ. എന്താ പറ്റിയത്? അച്ഛാ, അഖി, മോനെ, അഖി. അഖി. കഥ തുറക്കണം. ദൈവമേ, അഖിമോൻ ഇരുട്ട് പേടിയാണല്ലോ. ആ പെണ്ണിത് മനഃപൂർവ്വം ചെയ്തതാ.
അഖി എടാ, വാതിൽ തുറക്ക്. അല്ലേട്ടാ. മോനെ. അഖി പേടിക്കണ്ട. അഖി നീ വാതിൽ തുറക്ക്. അഖി മോനെ തുറക്ക് നീ. മെയിൻ സ്വിച്ച് ഓഫ് ആണല്ലോ, പിന്നെ ഇങ്ങനെ കറണ്ട് വന്നത്. ഇതിപ്പോ ആര് ഓണാക്കിയേ? അഖി 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 സാർ ഒന്നുമില്ലടാ, ഓ വന്നേ. അഖി മോനെ ഒന്നുമില്ലടാ. പേടിക്കണ്ട, ഒന്നുമില്ല. ഒന്നുമില്ലെന്നങ്ങ് ആശ്വസിച്ചാ മതിയോ? കറണ്ട് എപ്പോഴെപ്പോഴും പോകുന്നതാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇരുട്ടിനെ പേടിയുള്ളത് അഖിലിന്. അവൻ കുളിക്കാൻ പോകുമ്പോഴെങ്കിലും നിനക്കൊന്ന് അടുത്ത് നിന്നൂടെ? അതിനൊക്കെ ഇവക്ക് എവിടെയാ നേരം? ഇവിടെ ഏത് നേരം ഇവിടെ തോന്നിയ അസ്ത്രം നടക്കല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിളിക്കുന്നത് ബാലഗോപാലാണെന്ന് തോന്നുന്നു. അപ്പൊ വന്നപ്പോ മുതൽ ആകെ ഡെസ്പാ. എന്തോ പ്രോബ്ലം ഉണ്ട്. ഇവളെന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തെ? ചിലപ്പോ പിണക്കം മാറി കാണത്തില്ല. എങ്ങനെ മാറും? ഞാൻ എന്തൊക്കെയാ അവളോട് പറഞ്ഞത്? എന്തായാലും മോശമായി പോയി. ഞാൻ അവളോട് കാര്യം എന്താണെന്നൊന്ന് തിരക്കട്ടെ. ഏയ് വേണ്ട, നമ്മളോട് പറയേണ്ട കാര്യമാണെങ്കിൽ അവളത് നമ്മളോട് പറയും. എന്തായാലും നീ പറയുന്നത് പോലെ അവൾക്കെന്തോ ടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. മെസ്സേജ് കണ്ടിട്ടുണ്ടല്ലോ. അപർണ, സോറി. നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നറിയോ? ബാലു, ഞാൻ നല്ല ഹേർട്ടാണ്. എനിക്ക് നിന്നോട് ദേഷ്യവും പിണക്കവും ഒക്കെ ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. മനസ്സൊന്ന് സ്വസ്ഥമായിക്കോട്ടെ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇത് ബാഡ് ടു വേഴ്സ് ആവും മഹേഷ്. അതുറപ്പാ. നീ ഇങ്ങനെ മുൻധാരണയോടെ നോക്കിയ എല്ലാം പ്രശ്നങ്ങളായിട്ടേ തോന്നും. എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് മുമ്പ് ഇത്തിരി മുമ്പ് ഇവിടെ സംഭവിച്ച എന്താണെന്ന് മഹേഷ് ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പുവിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ അവള് ഫേസ് ചെയ്യുന്ന ട്രോമ എന്താണെന്ന്. നീ നമ്മുടെ മകളെയും അവളുടെ ജീവിതത്തെയും കുറിച്ച് കടന്നു ചിന്തിച്ച് ഇങ്ങനെ തല പുണ്ണാക്കാതെ. അവര് ജീവിതം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. പൊരുത്തക്കേടുകളും ഇഷ്ടാനിഷ്ടങ്ങളും പങ്കുവെക്കലും ഇണക്കവും പിണക്കവും ഒക്കെ അവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ.
പതിയെ പതിയെ അവരൊരു ഹാർമോണിയിലേക്ക് എത്തിക്കോളൂ. എന്തോ മഹേഷ് പറയുന്നൊന്നും എനിക്കൊട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല. ഒരുപാട് ചേർച്ചയില്ലായ്മകളുടെ പുറത്ത് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ എന്റെ മോള് നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുറപ്പാണ്. പക്ഷേ അവരുടെ ജീവിതവും അതിലെ പ്രശ്നങ്ങളും അവർക്കായി മാത്രം വിട്ടുകൊടുക്കുക. അത് അവരുടെ സ്പേസ് ആണ്. അവിടെ കയറി റെഫർ കളിക്കാൻ പോയാൽ അതൊട്ടും നന്നാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഉത്തമനൊന്നും മൂക്കായിട്ട് നിർത്തണമെന്നല്ല കേട്ടോ. എന്താ ഇവിടെ വന്നേക്കണേ? ഒന്നുമില്ല, ഞങ്ങളെ അമ്മയുടെ സ്ഥലമൊക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റാക്കി വെക്കുമായിരുന്നു. അതെ മാമ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താണാവോ? പണ്ട് മുതൽ ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ആദായമൊക്കെ ആരെടുക്കണത്? ആദായം ഇപ്പൊ എല്ലാവരും കൂടി എടുക്കലുണ്ട്. എല്ലാവരും കൂടി എടുക്കണ ആദായം എന്റെ അമ്മയുടെ സ്ഥലത്തും കൂടി കൂട്ടിയിട്ടല്ലേ എടുക്കണത്? അപ്പച്ചിയുടെ പങ്ക് അപ്പച്ചിക്കും കൊടുക്കാറുണ്ടല്ലോ. അത് ചക്കയും മാങ്ങയല്ലേ, അതെനിക്കറിയാം പണ്ട് പോലെ. പിന്നെ ഇവിടെ സ്വർണം കുടിച്ചെടുക്കണ്ടോ? എന്റെ അമ്മേനെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാൻ നോക്കുക. അമ്മാവാ, എന്നാ ഇനി മുതൽ ഇവിടുന്ന് എന്ത് ആദായം കിട്ടിയാലും അതിന്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് തന്നെ. ആയിക്കോട്ടെ, എന്ത് വിഹിതം വേണ്ടത്? ആദായം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീഴുന്ന ചക്ക, മാങ്ങ, തേങ്ങ, കുരുമുളക്, എന്തിന് ഈ പറമ്പിൽ നിന്ന് എന്ത് കിട്ടിയാലും അതിന്റെ ഒരു ഷെയർ ഞങ്ങൾക്ക് തന്നെ. ഇടയ്ക്ക് നായ്ക്കള് വന്ന് അപ്പിടാറുണ്ട്, എടുത്തു വെക്കണോ? സംശയം എന്തിന് പകുതി തന്നിരിക്കണം. അത് വേണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട. അല്ല കൊണ്ടോക്കോ, കൊണ്ടോക്കടാ. തമിഴ്നാട്ടിൽ കിട്ടില്ലല്ലോ ഇപ്പൊ. അത് വേണ്ട, അമ്മേനെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാൻ നോക്കണതാ. അത് ഞങ്ങൾക്ക് വേണ്ട. ബാക്കി എല്ലാത്തിനും ഷെയർ വേണം. എന്തായാലും സംസാരിക്കാം. അളിയനായിട്ട് സംസാരിക്കട്ടെ കേട്ടോ. പട്ടിക്കാട്ടത്തിന്റെ കാര്യവും ഷെയറിന്റെ കാര്യടാ. അന്ന് ഇപ്പൊ തന്നെ പോയി സംസാരിച്ചു. ഞാൻ ഒരു കാര്യം കേക്കട്ടുമാ? എന്താ മോളെ? അതായത് இந்த പ്രോപ്പർട്ടി ഇല്ലേ, അപ്പൊ ഒരു സെന്റിന് എത്ര വില കിടക്കും? പോയിട്ട് ചെല്ലോ, ഞാൻ ഇത് മറന്നുപോയി. എത്ര വില കിട്ടും അമ്മാവ? എന്തിനാണ് അപ്പൊ ഈ സ്ഥലത്തിന്റെ വില കറിഞ്ഞിട്ട് ഉത്തമ? അല്ല, ഇതിപ്പോ എന്റെ അമ്മയുടെ സ്ഥലമാണല്ലോ. അപ്പൊ നമുക്ക് വല്ല കാലത്തും ഒന്ന് വിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം വില അന്വേഷിക്കാൻ പറയില്ല. ഏകദേശം എത്ര കിട്ടും? ഇതിപ്പോ ഇവിടെ അടുത്ത രാജേന്ദ്രന്റെ പറമ്പെന്ന് ഒരു 5 സെന്റ് സ്ഥലം വിറ്റത്. വില ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അവന് ഇഷ്ടമുള്ളടുത്ത് കൊടുത്തോട്ടെ, എന്ത് വിലക്ക് വേണം കൊടുത്തോട്ടെ. എന്റെ മാമ എന്റെ അമ്മയുടെ പറമ്പ് വെക്കണേ, ഇവനെന്താ എത്ര ചൊറിച്ചില്? എനിക്ക് ചൊറിച്ചിലുണ്ടാവും. ഞാൻ കുറെ അധ്വാനിച്ച് ഭൂമിയത് എന്റെ വേർപ്പോട് ഒഴുക്കിയിട്ടില്ല അവിടെ. നീ എന്തിനാ ആരോട് ചോദിച്ചിട്ടാ എന്റെ അമ്മയുടെ പറമ്പിൽ കൊടുത്ത് വേർപ്പൊഴിക്കുന്നത്? അതെ, തമിഴ്നാട്ടിലേക്ക് നാട് വിട്ടുപോയ നിനക്കേ ഇതിനൊന്നും വില അറിയില്ലടാ. അറിയില്ല, അതല്ലേ മാമനോട് ചോദിക്കുന്നത്. എന്താവും മാമ വില? അത് പറഞ്ഞോട്. എടാ ഉത്തമ, ഒരു കാര്യം ഞാൻ പറയാം. നീ ഇത് എന്ത് വിലക്ക് വിൽക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ വഴി തരാതെ ഒരു സെന്റ് ഭൂമി പോലും എനിക്കോട് വിൽക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, ഒരു വഴിയൊന്നുമില്ല, സ്ഥലം വിൽക്കാൻ പറ്റില്ല. എടാ നീ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ഈ സ്ഥലം വിൽക്കൂന്ന് പറഞ്ഞാൽ വിറ്റിരിക്കും. പിന്നെ നിനക്ക് എന്നെ കുറിച്ച് ശരിക്കറിയില്ല. എന്നെ കുറിച്ച് അറിയണമെങ്കിൽ നീ തമിഴ്നാട്ടിൽ പോയി അന്വേഷിച്ചാൽ മതി. നിനക്ക് എന്നെ കുറിച്ച് അറിയണമെങ്കിലേ നീ തമിഴ്നാട് വരെ പോണ്ട, അവിടുത്തെ കവലയിൽ പോയാൽ മതി. അപ്പുണ്ണി ആരാന്ന് അവര് പറഞ്ഞു തരും. നേരത്തെ നിങ്ങൾ ഈ വാക്ക് തർക്കണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തിനാ വെറുതെ തർക്കിക്കാൻ നിക്കണേ? എടാ ഉത്തമ, ഈ സഹോദരങ്ങളായിട്ട് നല്ല രീതിയിലൊക്കെ പോവുകയാണ് വെച്ചാൽ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് താമസിച്ച് പോവുകയെങ്കിലും ചെയ്യാലോ. താൻ ഈ സ്ഥലം കൊണ്ടിട്ട് എവിടെ കൊണ്ടുപോയി പുഴുങ്ങാനാ? പുഴുങ്ങാനല്ല, വിൽക്കാൻ. പറഞ്ഞത് അമൗണ്ട് പോരും. പുഴുങ്ങാന്ന് സ്ഥലം അവർക്ക് മനസ്സിലായില്ല. അതെ, ഒരു കാര്യം പറയാം. ഈ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞ് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാല് ഈ നാട്ടിൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിലതേ സർവത്തച്ചവടം നടത്താനല്ല, നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു. നോക്കോ, നിനക്കെതിരെ ഞാൻ ഇപ്പൊ കേസ് കൊടുക്കും. എന്തിന്? ഈ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ എല്ലാം സർബത്ത് വിൽക്കാനാന്ന് നീ പറഞ്ഞെന്ന് ഞാൻ പറയും. ഒന്നാം സാക്ഷി ഇവള്. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ SI ആണ് നാരങ്ങ വീഴെന്നും കൂടി നീ പറഞ്ഞെന്ന് ഞാൻ എഴുതിച്ചു. ഇവിടെ എന്തൊക്കെ പറയണ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.